നമസ്കാരം, ഞാൻ ദിനേഷ് സുവർണിക. നമ്മളെ ഒരു പ്രൂണിങ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും നല്ല കമൻറ്റുകളും മോശം കമൻറ്റുകളും വരാറുണ്ട്. പലപ്പോഴും പല ആളുകളും പറയുന്നതാണ്, ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങളിൽ നല്ലോണം പൊടിപ്പ് വരുന്നുണ്ട്, പൂ വരുന്നുണ്ട്. നല്ല കാര്യമാണത്. ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ നമ്മൾ അന്ന് പ്രൂൺ ചെയ്തപ്പോൾ 3-4 മെത്തേഡ് കാണിച്ചു. ഒന്ന്, ഈ ചെടിയുടെ തല മുറിച്ചിട്ട് ഇവിടെ സാഫ് പുരട്ടിയിട്ടുണ്ട്. രണ്ടാമത്തത് ഇവിടെ മെഴുക് ഒറ്റിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒന്ന് ഓപ്പൺ, ഇതൊക്കെ ഓപ്പണിൽ മുറിച്ചത്, സൂര്യപ്രകാശത്തിൽ ഉണങ്ങാൻ വേണ്ടി മുറിച്ചത്. ഇനി ഞാൻ വേറെ ഒന്ന് പറഞ്ഞിരുന്നു, ഒന്നിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും പെയിന്റ് ഉണ്ടെങ്കിൽ തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് പിന്നെ മഞ്ഞപ്പൊടി തേക്കാം, കറ്റാർവാഴയുടെ ജെല്ല് തേക്കാം, കരി തേക്കാം, പല സാധനങ്ങൾ പറഞ്ഞു. അങ്ങനെ പല പല മാർഗങ്ങൾ പറഞ്ഞു. അതിൽ ഞാൻ നിങ്ങളോട് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരാനുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നഴ്സറിയിലൊക്കെ ചെടി വാങ്ങാൻ കിട്ടുന്ന ബ്ലാക്ക് കവറ്, അത് നല്ല കവർ തന്നെ കടയിൽ കിട്ടും. അല്ലെങ്കിൽ ആ ബ്ലാക്ക് കവർ ചെടി കൊടുക്കുന്ന ഏതെങ്കിലും കവർ ഉണ്ടെങ്കിൽ നന്നായി വാഷ് ചെയ്ത് അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി സോപ്പ് വെള്ളത്തിലൊക്കെ കഴുകി നല്ല വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ കഷ്ണം ഇവിടെ ചുറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ബ്ലാക്ക് പേപ്പർ തന്നെ വെക്കണം. അപ്പോൾ ആ ബ്ലാക്ക് പേപ്പറിൽ അവിടെ വെളിച്ചം തട്ടാത്തൊരവസ്ഥ വരുന്നു. നമ്മൾ എല്ലാ വളങ്ങളും ഈ പ്രൂൺ ചെയ്യുന്നതിൻ്റെ 4 ദിവസം മുന്നേ ഇതിൻ്റെ വെള്ളമൊഴിക്കൽ നിർത്തും. വളങ്ങളെല്ലാം ഈ 3-4 ദിവസം മുന്നേ വരെയുള്ളത് കൃത്യമായി കൊടുക്കും. നൈട്രജൻ ഫോസ്ഫർ വളങ്ങളൊക്കെ അതിന് വളർച്ചയ്ക്കുള്ളതെല്ലാം കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് ഇത് വലിച്ചെടുത്ത് 4 ദിവസം ആയതിനു ശേഷമാണ് മുറിക്കുക. മുറിച്ചു കഴിഞ്ഞാൽ ഈ 3-4 മെത്തേഡ് പറഞ്ഞു കേട്ടോ. ഈ മെത്തേഡൊക്കെ കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഈ ബ്ലാക്ക് പേപ്പർ ഇട്ടിട്ട് ചെയ്യുക. നമുക്ക് ഇതൊന്ന് റിലീസ് ചെയ്ത് നോക്കാം, ഇതിന്റെ അവസ്ഥ. മറ്റു ചെടികളുടെ ഭാഗങ്ങളും കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും, ഇതിന്റെയൊക്കെ മുകുളങ്ങൾ, ഓപ്പണിലുള്ളതിന്റെ മുകുളം മുറിവായ ഉണങ്ങിയിട്ടുണ്ട്. മുകുളങ്ങൾ വരാൻ ഇങ്ങനെ നോക്കുന്നു. ഈ മെഴുക് ഉരിച്ചേണ്ടി അതേപോലെ ആ മുകുളം ഇങ്ങനെ വരാൻ ഇങ്ങനെ തുടങ്ങുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ പൊന്തിയിട്ടുള്ളൂ. സാഫ് പുരട്ടേണ്ടി അതേപോലെ ആ ഭാഗത്ത് ഇങ്ങനെ പൊടിപ്പ് വരാൻ തുടങ്ങുന്നുള്ളൂ. അങ്ങനെ ഓപ്പണായിട്ടുള്ള ചെയ്ത ഈ 4 മെത്തേഡും, മെഴുകും സാഫും, ഒന്ന് ഉദാഹരണത്തിന് പെയിന്റ് പറഞ്ഞു, പിന്നെ ഓപ്പൺ അതായത് വെയിലത്ത് വെച്ച് നമുക്ക്. അടുത്തത് ബ്ലാക്ക് പേപ്പർ വെച്ചിട്ടുള്ള നമ്മളിതാണ്. ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ ഇത് പ്രൂൺ ചെയ്തിട്ട്. ഒരാഴ്ചയായി ഇത് പ്രൂൺ ചെയ്തിട്ട്. നമുക്കതൊന്ന് മെല്ലെ ഒന്ന് എടുത്ത് നോക്കാം. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഞാൻ ബ്ലാക്ക് പേപ്പർ കെട്ടി വെച്ചതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് നോക്കാം. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? പൊടിപ്പ് വന്നിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം. പ്രതീക്ഷയോടെയാണ് നമ്മൾ ആ പേപ്പർ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. നല്ല ഒരു ഗ്രോത്ത് ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ഗ്രോത്തും ഈ ഗ്രോത്ത് വന്ന് ഇതിലേക്ക് വിരിഞ്ഞ്, അതായത് നാമ്പായി പുറത്തേക്ക് വരാൻ നിൽക്കുന്നു. ഇതിൻ്റെ ആ മുറിവായുടെ അടിയിലുള്ള ആ നോഡ് പൊടിപ്പ് നല്ല ബൾജായിട്ട് വേഗത്തിൽ വരുന്നുണ്ട്, കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. അതിൻ്റെ അപ്പുറത്തൊരു ഉണ്ടായിരുന്ന കുറച്ച് പൊന്തി നിന്ന ഒരു ഇലമുകളാണ്. ആ ഇലമുകളം അതിലേക്ക് വിരിയും ചെയ്തു. അത് ആദ്യം ഉണ്ടായിരുന്ന ഇലമുകളാണ്. ചെറിയൊരു നോഡ് ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് തന്നെ അത് പൊന്തി വിരിഞ്ഞു. പിന്നെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെയുള്ള നോഡ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, വളരെ ബൾജായി പുറത്തേക്ക് വരാറായിട്ടുണ്ട്. ഇതാണ് ഈ ബ്ലാക്ക് പേപ്പർ കൊണ്ട് പൊതിഞ്ഞു വെച്ചാലുള്ള ഗുണം കേട്ടോ. അപ്പൊ ഈ കറുത്ത പേപ്പർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം പറഞ്ഞില്ലേ, ഇത് ഈ ഭാഗം പൊടിപ്പ് ഇല പുറത്തേക്കായി വന്ന അവിടെ ഒരു ചെറിയ കൊമ്പ്, അതായത് മുകുളം വന്ന് കുറച്ച് പുറത്തേക്ക് ഉണ്ടായിരുന്നു. അതാണ് ഇത്രയും വേഗത്തിൽ വിരിഞ്ഞത്. വേഗത്തിൽ വെള്ള കളർ വന്ന്, കാരണം കറുപ്പ് കളറിൽ കിട്ടുന്നില്ല, പ്രകാശം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അത് നല്ല വെള്ള കളറായി നിൽക്കുക. അത് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ കാണിച്ചു തന്ന ഈ നോഡ് നല്ലോണം വിരിയാറാവുകയും ചെയ്തു. അപ്പോൾ ഒരാഴ്ചയിൽ ഇത്രയും ബൾജായി നിൽക്കുന്നു. 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇത് 15 ദിവസം നിങ്ങൾക്ക് ആ പേപ്പർ അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലവണ്ണം പൊടിപ്പ് വരും. അത് ഇതിൻ്റെ മേലെ കൊടുത്താൽ മതി. അതപ്പോൾ ആളുകൾ ചോദിക്കുന്നത് സിപ്പപ്പ് കവർ എന്തെങ്കിലും ഇട്ടോ. സിപ്പപ്പ് കവർ ട്രാൻസ്പെറൻ്റ് ആണ്. നിങ്ങൾ ബ്ലാക്ക് കളറിലെ ടേപ്പ് തന്നെ അല്ലെങ്കിൽ പേപ്പർ ഉപയോഗിച്ച് മറയ്ക്കാൻ നോക്കുക. ഇങ്ങനെയാണ് വേഗത്തിൽ മുകുളം വരുത്താനുള്ള പണിയാണ്. ഇത് ആർക്കറിയോ? ഇപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് മുകുളം വരുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഒരു ചെയ്തു നോക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വിവരങ്ങൾ നമ്മളെ ചാനലിൽ വരുമ്പോൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യണം. എന്നാലേ മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്പെടും. ഇത് എളുപ്പ വഴികളോ അല്ലെങ്കിൽ മാജിക് ട്രിക്കോ ഒന്നല്ല.
എല്ലാം നിങ്ങൾ പഴയ കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വലിയ മരങ്ങളൊക്കെ മുറിക്കുന്ന സമയത്ത് വെള്ളം ഇറങ്ങാതിരിക്കാൻ ഒരു കപ്പ് ഇട്ട് വെക്കും. അതിന്റെ മേലെ പ്ലാസ്റ്റിക് കപ്പോ കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറോ ചാക്കോ ഒക്കെ വെച്ച് കെട്ടും. കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം നല്ല പൊടിപ്പ് അവിടെ മാത്രം, മറ്റു കൊമ്പിനേക്കാൾ കൂടുതൽ പൊടിപ്പ്. അപ്പോൾ ആ ചെടി സൂര്യപ്രകാശത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് നൂകളം കൊണ്ടാക്കിയിട്ട്. അതിനു വേണ്ടി അപ്പോൾ ആ അടഞ്ഞ് ഇരുട്ടായിരിക്കുന്ന ഭാഗത്തേക്ക് കൂടുതൽ തള്ളി വരാൻ ശ്രമം നടത്തും. അപ്പോൾ വിവരം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. താങ്ക് യു.